നമ്മുടെയൊക്കെ ശരീരമാണ് നമ്മുടെ ജീവിതം. അതിനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ നടന്നാൽ എല്ലാ ആഗ്രഹങ്ങളും കട്ടിലാവും. ശരീരമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. നമ്മളൊന്നും അറിയുന്നതേയില്ല. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴുമൊക്കെ മറക്കാതെ ആ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരമാണ് നമ്മളെ സജീവമായിട്ട് നിലനിർത്തുന്നത്. ഒരു കഷ്ണം അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിനെ പല പല ഉൾച്ചേരുവകളാക്കി വേർതിരിച്ച് ആ ചേരുവകളെ ആവശ്യമുള്ള ഇടങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന പ്രോസസ്സ് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ മാത്രം വേർതിരിച്ച് ആവശ്യം പോലെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രജാലം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെയും ജീവന്റെയും ഒന്നാമത്തെ ഭാഗം ശരീരമാണ്. പക്ഷെ അതിന്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? ഉറക്കമിളച്ചും തുടർച്ചയായി സ്ക്രീനിലേക്ക് നോക്കിയും വിലമതിക്കാനാവാത്ത നമ്മുടെ കണ്ണുകളെ കേടുവരുത്തുന്നത് ആരാണ്? വേണ്ടാത്ത ഭക്ഷണമെല്ലാം വാരിക്കഴിച്ചും ഒരു കാര്യവുമില്ലാതെ മദ്യവും മയക്കുമരുന്നൊക്കെ കോരിക്കുടിച്ചും തലച്ചോറ് മുതൽ കരള് വരെ നശിപ്പിക്കുന്നത് ആരാണ്? എല്ലാം തകർന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ ഓർക്കുക. പിന്നെ ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി എല്ലാം ശരിയാക്കാം എന്ന് വെച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ശരീരത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എപ്പോഴും ആ കാര്യം ഓർക്കണം. ശരീരമാണ് നമ്മുടെ ജീവിതം.